വന്ദേമാതര വിവാദ പരാമർശത്തിൽ കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിനെതിരായ പ്രതിഷേധം കടുപ്പിക്കാൻ SFI. നാളെ കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് SFI പ്രവർത്തകർ മാർച്ച് നടത്തും. ആരോഗ്യ സർവകലാശാലയിലും പ്രതിഷേധം ശക്തമാക്കാനാണ് നീക്കം. മോഹൻ കുന്നുമ്മലിന്റേത് രാഷ്ട്രീയ പ്രസ്താവനയാണ് എന്ന് A. റഹീം MP വിമർശിച്ചു. VC-മാർ തുടർച്ചയായി സംഘപരിവാർ പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ സർക്കാരും മന്ത്രിയും നിലപാട് വ്യക്തമാക്കണമെന്നും റഹീം ആവശ്യപ്പെട്ടു. സംഘപരിവാർ രാഷ്ട്രീയ ദുരുദ്ദേശത്തോടുകൂടി സമൂഹത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ, സ്പർദ്ധ ഇതെല്ലാം ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി ഒരു പൊളിറ്റിക്കൽ പർപ്പസിൻ്റെ ഭാഗമായിട്ടാണ് BJP ഇപ്പോൾ ഇത് കൊണ്ടുവരുന്നത്. ചരിത്രം മനസ്സിലാക്കിയാൽ അത് മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് യോജിക്കാനാകും. ഭാഷാ പ്രയോഗങ്ങളെല്ലാം തന്നെ വളരെ റെസ്പോൺസിബിളായ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഒരിക്കലും അത് പറയാനില്ല. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ഉയർന്നു വരുന്നത് എന്താണ് കേരള ഗവൺമെൻറ്റിൻ്റെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയും റോള്? അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ് നടത്തിയിരിക്കുന്നത്. ആ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് വില കുറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം ഇരിക്കുന്ന കസേരയ്ക്ക് ചേരുന്നതല്ല. വൈസ് ചാൻസലർമാർ സംഘപരിവാർ വേദിയിലേക്ക് ഇങ്ങനെ തുടർച്ചയായി പോകുന്നത്, RSS പ്രചാരകരായവർ മാറുന്നത്, എന്താണ് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം, നിലപാട് എന്നുകൂടി സർക്കാർ വ്യക്തമാക്കണം, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കണം. രാഹിസ് റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹിസ്, സർക്കാർ ഇതിൽ നിലപാട് അറിയിക്കണം എന്നുള്ളതാണ്. സ്വാതന്ത്ര്യ ദിനത്തിൽ മോഹൻ കുന്നുമ്മലിന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു പരാമർശം എന്ന് പറയുന്നത് അമ്മ ആരാണ് എന്നറിയാത്തവരാണ് വന്ദേമാതരത്തെ എതിർക്കുന്നത് എന്നതാണ്. വന്ദേമാതരവുമായി ബന്ധപ്പെട്ട ഉള്ള രാഷ്ട്രീയമായിട്ടുള്ള പല വിവാദങ്ങൾ ഉണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിൽ ഇങ്ങനെ ഒരു പരാമർശം ഒരു RSS വേദിയിൽ പോയി VC നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് വലിയ പ്രതിഷേധം ഇടത് യുവജന സംഘടനകളുടെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണം എന്നുള്ളതാണ് റഹീം മുന്നോട്ട് വെക്കുന്ന ആവശ്യം. കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. വലിയ വിമർശനമാണ് ഇടത് യുവജന സംഘടനകളുടെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ വാർത്തയായി നൽകിയത്. ഇപ്പോൾ A. റഹീം പറയുന്നത് ഈ കാര്യത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണം എന്നതാണ്. ഇതിനകത്തെ പ്രശ്നവും അതാണ്. സർക്കാരിന്റെ നിലപാട് ഈ വിഷയത്തിൽ ഇതുവരെ അവർ വ്യക്തമാക്കിയിട്ടില്ല. ഇന്നലെ നമ്മൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോണിനോട് ഇതിലൊരു മറുപടി ചോദിച്ച് സമീപിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു തരത്തിലുള്ള മറുപടിയും നൽകാൻ തയ്യാറായില്ല എന്നതാണ് പ്രശ്നം. അത് ഒരു രാഷ്ട്രീയ പ്രശ്നമായി പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരികയുമാണ്. അതാണ് DYFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ A. റഹീം പറഞ്ഞതും. മുമ്പും ഈ സർക്കാർ അധികാരത്തിലെത്തിയതിന് പിന്നാലെ മോഹനൻ കുന്നുമ്മൽ RSS വേദികളിൽ പരിപാടിക്ക് പോയിരുന്നു. അന്നും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നിയമപരമായി ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ പോലും രാഷ്ട്രീയമായ പ്രതിരോധം തീർക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കുമൊക്കെ കഴിയും. ആ തരത്തിലൊരു പ്രതിരോധം ഒരാളുടെ ഭാഗത്തു നിന്നും ഇതുവരെ കണ്ടിട്ടില്ല. ആ പശ്ചാത്തലത്തിൽ കൂടിയാകണം വീണ്ടും RSS പരിപാടികളിലേക്ക് മോഹനൻ കുന്നുമ്മൽ പോകുന്നതും. അത് മുൻകൂട്ടി കണ്ടിട്ടാണ്, സർക്കാരിനെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നാളെ SFI രണ്ട് തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഒന്ന്, മോഹനൻ കുന്നുമ്മൽ VC ആയി ഇരിക്കുന്ന കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് വലിയ മാർച്ച് SFI നടത്തുകയാണ്. സംസ്ഥാന നേതാക്കളൊക്കെ പങ്കെടുക്കും. ഒപ്പം ചാർജുള്ള ആരോഗ്യ സർവകലാശാലയിലേക്കും SFI മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ASFും സമാന രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് വരും എന്ന് അറിയിച്ചിട്ടുമുണ്ട്. മധു. രഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. മോഹനൻ കുന്നുമ്മൽ RSS വേദിയിൽ ചെന്ന് നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിലപാട് വ്യക്തമാക്കണം, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നിലപാട് വ്യക്തമാക്കണം എന്നുള്ളതാണ് A. റഹീം ആവശ്യപ്പെടുന്നത്. വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മലിന്റെ വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ. ഞാൻ പറഞ്ഞല്ലോ, സർക്കാർ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാനുള്ള കേസ് എടുത്ത് അത് അന്വേഷിച്ച് കൃത്യമായി അന്വേഷണം മുന്നോട്ട് പോകും. യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് യൂണിവേഴ്സിറ്റി തലത്തിലോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് തലത്തിലോ കൈക്കൊള്ളാവുന്ന എല്ലാ നടപടികളും ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ഗവൺമെന്റ് അക്കാര്യത്തിൽ കൈക്കൊള്ളും.